എന്റെ യേശുവിന്റെ ദൈവമാണ്, യേശുവിന്റെ കർത്താവാണ്, യേശുവിന്റെ രക്ഷകനാണ്, യേശുവിന്റെ രാജാവാണ്. എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എന്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. എന്റെ ദൈവം എനിക്കെന്നും നല്ലവനാണ്. ചേർന്ന് പറയും, എന്റെ ദൈവം എനിക്കെന്നും എനിക്കെപ്പോഴും നല്ലവനാണ്, 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 നല്ലവനാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം? ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം? Amen. You are the salt of the earth. But if the salt loses its flavor, അതിന്റെ കാരം നഷ്ടപ്പെട്ടാൽ, അതിന്റെ ഫ്ലേവർ നഷ്ടപ്പെട്ടാൽ, പിന്നെ അതിനെ റെഡിയാക്കി എടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർക്ക് ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും അതിനെ കൊള്ളത്തില്ല. അതിനൊന്നിനെ കൊണ്ട് കൊള്ളത്തില്ല. ചവിട്ടാനല്ലാതെ വേറെ ഒന്നിനും അതിനെ കൊണ്ടൊന്നും പ്രയോജനമില്ല. ഓക്കെ, നമ്മൾ ഇന്ന് അല്പസമയം ആ ഭാഗം ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. എന്തിനാണ് കർത്താവ് ഉപ്പ്? അടുത്ത വാക്യം വായിക്കുന്ന ലൈറ്റിനെ കുറിച്ചാണ്. എന്തിനാണ് ഈ ഉപ്പിനെ കുറിച്ച് കർത്താവ് പറഞ്ഞതിൻ്റെ കാരണം? വർഷങ്ങൾക്ക് മുൻപ്, കുറേ വർഷങ്ങൾക്ക് മുൻപ് എനിക്കൊരു ഉപ്പിനെ കുറിച്ചൊരു തെറ്റായ ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ചിന്തിച്ചിരുന്നത് ഉപ്പിന് വലിയ വിലയില്ല എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് പലചരക്ക് കടയുടെയൊക്കെ പുറത്താണ് ഉപ്പ് വെച്ചിരുന്നത്. ശരിയല്ലേ? ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇന്നിപ്പം സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പല വെറൈറ്റി ഓഫ് ഉപ്പുകൾ പല രീതിയിലുള്ള കവറിനകത്ത് ഷെൽഫിൽ ഇരിക്കുന്ന കാണാം. പക്ഷേ പണ്ട് ഈ കല്ലുപ്പ്, എത്രക്ക് ഓർമ്മയുണ്ടത്? ഫ്രൈസ് കട്ട് ചാക്കിനകത്ത് കടയുടെ പുറത്ത് വെച്ചിരുന്നു. ആമേൻ. ഇല്ലേ? കടയുടെ പുറത്ത് അതിങ്ങനെ മൂടി വെച്ചിരുന്നു. അപ്പം ആ സമയങ്ങളിലൊക്കെ ഞാൻ ഈ ഉപ്പിനെ കുറിച്ച് ചിന്തിച്ചിരുന്നതിന് വലിയ വിലയൊന്നുമില്ല. ഇത് കണ്ട എല്ലാം പലചരക്കുകളും അകത്ത് വെച്ച് കടയ്ക്കകത്ത് പൂട്ടി വെക്കുമ്പോൾ ഇത് ചാക്കിനകത്ത് പുറത്ത് വെക്കുന്ന ഒരു സംഭവമാണ്. അതെന്ന് പറഞ്ഞാൽ അത്ര വലിയ വിലയൊന്നും അതിന് ആരും കൊടുക്കാറില്ല. എന്നാൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഉപ്പിന് ഭയങ്കര വിലയായിരുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആമേൻ, ആ കാലഘട്ടത്തിൽ when Jesus walked on the earth, salt was a valuable commodity. എന്ന് പറഞ്ഞാൽ വളരെ വിലയുള്ളൊരു വസ്തുവായിരുന്നു ഉപ്പ് ആ കാലത്ത്. പ്രത്യേകിച്ച് ഏഷ്യൻ ചൈനയിൽ, പഴയകാല പുരാതന ചൈനയിൽ സ്വർണം കഴിഞ്ഞാൽ അടുത്ത വിലയുള്ളത് ഉപ്പിനായിരുന്നു. മാത്രമല്ല, ചരിത്രത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചു, റോമൻ പട്ടാളക്കാർക്ക് പോലും ശമ്പളം കൊടുത്തിരുന്നത് ഉപ്പായിട്ടാണ് കൊടുത്തിരുന്നത്. കറൻസി അല്ല, ഉപ്പായിട്ട്. ഇത്ര കിലോ ഉപ്പ്. അത്ര വാല്യൂ ആയിരുന്നു യേശുവിൻ്റെ കാലഘട്ടത്തിൽ, റോമൻ കാലത്ത് ഉപ്പിന്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് കർത്താവ് ഉപ്പിനെ എടുത്ത് അതിനെക്കുറിച്ചൊരു ഉദാഹരണം പറയുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, ആമേൻ. ഉപ്പ് വിലയില്ലാത്തതല്ല, വിലയുള്ളതാ.
പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടാൽ, അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെട്ടാൽ, അതിൻ്റെ കാരം നഷ്ടപ്പെട്ടാൽ ഇതിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല, ഒരു ഗുണവുമില്ല. പ്രൈസ് ഗാഡ്. ഉപ്പിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിൽ 2 പ്രത്യേകതകൾ മാത്രമാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ഹാലലൂയ പറഞ്ഞാട്ട് സന്തോഷത്തോടെ ഹാലലൂയ. ഒരിക്കൽ കൂടെ ഹാലലൂയ. പ്രൈസ് ഗാഡ്. ഇതൊരു പ്രോഫറ്റിക്കൽ മീറ്റിംഗ് ആണ്. എത്ര പേർ ഏറ്റെടുക്കാൻ തയ്യാറാണ്? ഇന്ന് കേൾക്കുന്ന ഓരോ വചനങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രവചനമായി അത് മാറും, ഒരു ദൈവിക ദൂതായി അത് മാറും, ഒരു ദൈവിക ആലോചനയായി അത് മാറും. വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞാണ്. ആമേൻ. ഒന്നാമതായി ഉപ്പിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് താമസിച്ച് കയറിയവർക്കായി ഞാൻ ഒന്നുകൂടെ പറയാം. യേശു നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ് എന്ന് പറയാൻ കാരണം, ഉപ്പിന് ആ കാലത്ത് മാർക്കറ്റിൽ വളരെ വാല്യൂ ഉള്ളൊരു വസ്തുവാണ്, വളരെ വിലപിടിപ്പുള്ളൊരു വസ്തുവാണ്. നേരത്തെ ഓർപ്പിച്ചല്ലോ, ആ കാലത്ത് റോമൻ പട്ടാളക്കാർക്ക് പോലും ശമ്പളം കൊടുത്തിരുന്നത് കറൻസിയിലല്ല, ഉപ്പ കൊടുത്തിരുന്നവരുടെ ശമ്പളമായി. പ്രൈസ് ഗാഡ്. സോ കർത്താവ് പറഞ്ഞതിൻ്റെ കാരണം, നിങ്ങൾ വാല്യൂ ഉള്ളവരാണ് ഈ ലോകത്ത്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ ഒരിക്കലും അയ്യോ ഞങ്ങളെ ഒന്നിനും കൊള്ളത്തില്ല, ഞങ്ങളെ ഒന്നിനും പ്രയോജനമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. യു ആർ വാല്യുബിൾ. പ്രൈസ് ഗാഡ്. യു ആർ വാല്യുബിൾ. നിങ്ങൾ വിലപ്പെട്ടവരാണ്. ആമേൻ പറഞ്ഞേ. നെഞ്ചത്തൊട്ടൊന്ന് കൈവച്ചിട്ട് പറഞ്ഞ വിലപ്പെട്ടവനാണ്. ചേർന്ന് പറഞ്ഞ വിലപ്പെട്ടവനാണ്. പ്രൈസ് ഗാഡ്. കർത്താവ് പറഞ്ഞു യു ആർ വാല്യുബിൾ. നിങ്ങൾ വിലപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ ഉപ്പിനെ കുറിച്ച് എനിക്ക് പറയാം. പക്ഷെ 2 കാര്യങ്ങൾ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ. ഒന്ന്, സോൾട്ട് വാസ് എ പ്രിസർവേറ്റീവ്. ഉപ്പ് ഒരു പ്രിസർവേറ്റീവ് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, പലതിനെ സംരക്ഷിക്കുന്ന, പല പദാർത്ഥങ്ങളെയും പല പലഹാരങ്ങളെയും അല്ലെങ്കിൽ പല ആഹാര വസ്തുക്കളെയും സംരക്ഷിക്കുവാൻ, അഴുകിപ്പോകാതിരിക്കാൻ സംരക്ഷിക്കുവാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തുവായിരുന്നു ഉപ്പ്. എത്രയൊക്കെ അത് മനസ്സിലാകുന്നുണ്ട്? ആ കാലഘട്ടത്തിൽ ഫ്രിഡ്ജില്ല, റെഫ്രിജറേറ്റർ ഇല്ല, ഫ്രീസർ ഇല്ല. ഇന്നിപ്പോൾ നമ്മൾ മീൻ മേടിച്ചാൽ, മാംസം മേടിച്ചാൽ എവിടെ വെക്കും? ഫ്രിഡ്ജിനകത്ത് വെക്കും അല്ലേ? ഫ്രീസറിനകത്ത് വെക്കും, ഇരിക്കാതിരിക്കാൻ, ഡിക്കേ ആയി പോകാതിരിക്കാൻ. നമ്മൾ ഫ്രീസറിനകത്ത് വെച്ച്, ഫ്രിഡ്ജിനകത്ത് വെച്ച് നമ്മളതിനെ പ്രിസേർവ് ചെയ്യും, നമ്മളതിനെ സംരക്ഷിക്കും, അത് ചീത്തയായി പോകാതിരിക്കാൻ. എത്രയൊക്കെ അത് മനസ്സിലാവുന്നുണ്ട്? എന്നാൽ ആ കാലത്ത് ഫ്രിഡ്ജില്ല, ഫ്രീസർ ഇല്ല, റെഫ്രിജറേറ്റർ ഇല്ല. സോ അതുകൊണ്ട് ആളുകൾ ഉപ്പ് ഉപയോഗിച്ചാണ് മാംസങ്ങളെ, അത് മത്സ്യത്തിൻ്റെ ആയിക്കോട്ടെ, അതൊരു എന്തെങ്കിലും കന്നുകാലികളുടെ ആയിക്കോട്ടെ, ഈ മാംസത്തെയൊക്കെ പ്രിസേർവ് ചെയ്തിരുന്നത്. അഴുകിപ്പോകാതിരിക്കാൻ അവർ ഉപ്പിനെയാണ് ഉപയോഗിച്ചിരുന്നത്. പ്രൈസ് ഗോഡ്. എത്രയ്ക്ക് സന്തോഷമുണ്ട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഞാൻ വായിക്കാനിടയായി തീർന്നു, ഗലീലയിൽ പിടിക്കുന്ന മത്സ്യം, ആ കാലത്ത് ഗലീലയിൽ പിടിക്കുന്ന മത്സ്യം ജെറുസലേമിൽ എത്താൻ 2-3 ദിവസം എടുക്കും. ഗലീലയിൽ പിടിക്കുന്ന മത്സ്യം ജെറുസലേമിൽ എത്താൻ 2-3 ദിവസം എടുക്കും. 2 or 3 days. ആ യാത്രയിൽ ഈ മത്സ്യം അഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്, ചീത്തയായി പോകാം. പക്ഷെ അത് ചീത്തയാകാതിരിക്കാൻ അവരെന്ത് ചെയ്യും? ഉപ്പിനകത്തിട്ട് വെക്കും. എന്ത് ചെയ്യും? ഉപ്പിനകത്ത്, ഉപ്പ് കൊണ്ട് പൊതിയും ഇതിനെ. ഹല്ലേലൂയ.
അങ്ങനെ അതിൻ്റെ ഫ്രഷ്നെസ്, ആമേൻ, അതിൻ്റെ പുതുമ അവർക്ക് നിലനിർത്തുവാൻ സാധിച്ചിരുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, ആമേൻ. ഇന്ന് ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവാ. വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞ് ഞാൻ ലോകത്തിൽ ഉപ്പാണ്, ഞാൻ ലോകത്തിൽ ഉപ്പാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ന് ഈ ലോകം നിലനിൽക്കാൻ കാരണം നമ്മളുള്ളത് കൊണ്ടാണ്. ഇത്രയ്ക്ക് സന്തോഷമുണ്ട്. പല വീടുകളും നിലനിൽക്കാൻ കാരണം ദൈവമക്കളുള്ളത് കൊണ്ടാണ്. പല ദേശത്തും സമാധാനവും സന്തോഷവും നിലനിൽക്കാൻ കാരണം ദൈവത്തിന്റെ മക്കളുള്ളത് കൊണ്ടാണ്. അവരവിടെ ഉപ്പായി നിൽക്കുന്നത് കൊണ്ടാണ്. 2-3 ഉദാഹരണങ്ങൾ ഞാൻ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 27, 28, 29 വായിക്കാം. എബ്രഹാം രാവിലെ എഴുന്നേറ്റ് താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. സോദോമിൽ ഓരോ വാക്യം ശ്രദ്ധിക്കുക. രാവിലെ എഴുന്നേറ്റാൽ എബ്രഹാമിന്റെ ആദ്യത്തെ സ്വഭാവം ദൈവസന്നിധിയിൽ ചെല്ലും. എവിടെ ചെല്ലും? ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് തന്നെ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. താഴോട്ടെ. സോദോമിനും ഗോമോരയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി. ദേശത്തിലെ പുക തീച്ചുള പോലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു. ദൈവത്തിന്റെ കോപം സോദോം ഗോമോരയുടെ മേൽ വന്നു. ആ നാട് തീ കത്തുകയാണ്. ആ 2 പട്ടണങ്ങളിൽ ദൈവകോപം ഇറങ്ങുന്നു. അവിടെ തീ കത്തുന്നു. ഇത് താൻ കണ്ടുകൊണ്ടിരിക്കുക. പുക ഉയരുന്നത് കാണുന്നു. ആ ചരിത്രം നമുക്കറിയാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. താഴോട്ട്. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത്. അവിടെ നോക്കിയ, എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ, ഓരോ വാക്ക് ശ്രദ്ധിക്കുക, ദൈവം എബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്ത, വായിച്ചേ, ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂല നാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂല നാശത്തിൽ നിന്ന് വിടുവിച്ചു. ലോത്തിനെ കണ്ടോ? അവിടെ ആദ്യത്തെ വരിയിൽ നമ്മൾ കണ്ടു, എബ്രഹാമിനെ ഓർത്ത്. ആരെ ഓർത്ത്? എബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെ ആ ഉന്മൂല നാശത്തിൽ നിന്ന് വിടുവിച്ചു. എത്ര പേർക്കത് മനസ്സിലാവുന്നുണ്ട്? പ്രൈസ് ഗോഡ്. മെസൊപ്പൊട്ടേമിയയിൽ നിന്ന് എബ്രഹാം ഇറങ്ങിത്തിരിക്കുമ്പോൾ എബ്രഹാമിനോടൊപ്പം യാത്ര തിരിച്ച ലോത്ത്, പിൻകാലത്തെ ചരിത്രം നമുക്കറിയാം. ദൈവം ലോത്തിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ലോത്ത് എബ്രഹാമിനെ വിട്ട് സോദോമിലേക്ക് പോകാനിടയായി തീർന്നു. എബ്രഹാമിനോടൊപ്പം നിൽക്കേണ്ട ലോത്ത് എബ്രഹാമിനെ വിട്ട് സോദോമിലേക്ക് പോയി. ആമേൻ. എന്നാൽ പിൻകാലത്ത് അതിനുശേഷം സോദോമിലെ പാപം, സോദോം ദേശത്തും സോദോം ഗോമോറയിൽ പാപം പെരുകുന്ന നിമിത്തം ദൈവം ദേശത്തെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. അതിനെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ദൈവം ആരെ ഓർത്തു? എബ്രഹാമിനെ ഓർത്തു. ആമേൻ. ഇവിടെ ആരാണ് ഇവിടെ പ്രിസർവേറ്റീവായി ദൈവം കണ്ടത്? എബ്രഹാമിനെയാണ്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. പല വീടുകളും ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, നിലനിൽക്കാൻ കാരണം എബ്രഹാമിനെ പോലെ, പ്രൈസ് ഗോഡ്, പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ആ വീട്ടിലുള്ളത് കൊണ്ടാണ്, പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ആ വീട്ടിലുള്ളത് കൊണ്ടാണ്, പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ് ഉള്ളത് കൊണ്ടാണ്, ഒരു സഹോദരനും സഹോദരിയും ഉള്ളത് കൊണ്ടാണ്, പ്രാർത്ഥിക്കുന്നവർ അവിടെ ഉള്ളത് കൊണ്ടാണ്, ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവർ അവിടെ ഉള്ളത് കൊണ്ടാണ്.
എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് അത് പിടികിട്ടുന്നുണ്ട്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ആമേൻ, നീ വിലയില്ലാത്തവളല്ല. സ്തോത്രം, സ്തോത്രം, നീ വിലയുള്ളവരാണ്. ആമേൻ. നിന്റെ കുടുംബത്തെ ആമേൻ പ്രിസർവ് ചെയ്ത് നിർത്തുന്നത്. പ്രൈസ് ഗോഡ്. നിന്റെ ഭർത്താവ് ഇന്ന് ജീവനോടെ ഇരിക്കാൻ കാരണം, നിന്റെ തലമുറ ഇന്ന് ജീവനോടെ ഇരിക്കാൻ കാരണം, ഹല്ലേലൂയ, നിന്റെ കുടുംബം ഇത് നശിച്ചു പോകാതിരിക്കാൻ കാരണം, നിന്റെ തലമുറകൾ ഇന്ന് നശിച്ചു പോകാതിരിക്കാൻ കാരണം നീ ആ വീടിന്റെ ഉപ്പായത് കൊണ്ടാണ്. അല്പസമയം ഭാഷകൾ ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. Amen. Amen. Praise God. Hallelujah. Praise God. Hallelujah. ഈ പട്ടണം സമാധാനത്തോടെ ഓരോ രാത്രിയിലും പകലും നിലനിൽക്കാൻ കാരണം ദൈവസഭയാകുന്ന ഉപ്പ് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഉപ്പ് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. Praise God. Amen. Praise God. Amen. Praise God. Hallelujah. Praise God. Hallelujah. Praise God. Hallelujah. Praise God. Amen. അതിന്റെ 18-ാം അധ്യായത്തിലേക്ക് പോകാം. Praise God. 18-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ സോദോം ഗൊമോറയിലേക്ക് പോകുന്നു. ലോത്തിനെയും കുടുംബത്തൊക്കെ വിടിവിക്കാനായ അല്ലെങ്കിൽ ആ ദേശത്ത് ഉറ്റുനോക്കാൻ പോകുമ്പോൾ അതിന്റെ 20-ാം വാക്യം തൊട്ട് വായിച്ചു. 20-ാം വാക്യം തൊട്ട്. പിന്നെ യഹോവ സോദോമിന്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളിയെ പോലെ ഇവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. ഉറ്റുനോക്കുവാൻ ആ പാപം പെരുകിയ നാട്ടില്. അങ്ങനെ ദൂതന്മാർ അവിടോട്ട് പോകുമ്പോൾ എബ്രഹാം ദൈവസ്ഥനിൽ നിന്ന് ദൈവത്തോടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 22-ാം വാക്യം മുതൽ. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. എബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. 23. അബ്രഹാം അടുത്തു ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടി നീതിമാനെയും നീ സംഹരിക്കുമോ? പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകാതെ വണ്ണം ദുഷ്ടനോടുകൂടി നീതിമാനെ നീ. 26-ാം വാക്യം വായിച്ചു. 26-ാം വാക്യം. അതിന് യഹോവ, ഞാൻ സോദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കും. 50 നീതിമാനെ ഞാൻ കാണുന്നെങ്കിൽ ഞാൻ ആ പട്ടണത്തോട് ക്ഷമിക്കും. ഞാൻ ആ പട്ടണത്തോട് ക്ഷമിക്കും. താഴട്ടെ. പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. 50 നീതിമാന്മാരിൽ പക്ഷേ 5 പേർ കുറഞ്ഞു പോയെങ്കിലോ? 5 പേർ കുറഞ്ഞു പോയത് കൊണ്ട് നീ ആ പട്ടണം മുഴുവൻ നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞു നിന്നു. 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. ഓക്കെ, 45 നീതിമാനേ ഉള്ളൂ. 5 പേര് കുറഞ്ഞാലും ഞാൻ ക്ഷമിക്കും, ഞാൻ നശിപ്പിക്കത്തില്ല. താഴട്ടെ. അവൻ പിന്നെയും അവനോട് സംസാരിച്ചു. പക്ഷെ 40 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞതിന് ഞാൻ 40 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. 40 പേരെ ഉള്ളൂ. വീണ്ടും എബ്രഹാം ചോദിക്കുക, 45 പേര്. ഓക്കെ, കർത്താവ് ചോദിക്കുക, എന്നാൽ 5 പേര് കുറഞ്ഞാലോ? 40 പേരെ ഉള്ളെങ്കിലോ നശിപ്പിക്കുവോ? ഇല്ല, ഞാൻ നശിപ്പിക്കത്തില്ല. താഴട്ടെ. അതിനവൻ, ഞാൻ പിന്നെയും സംസാരിക്കുന്നു, കർത്താവേ കോപിക്കരുതേ, പക്ഷെ 30 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. 30 പേരെ കണ്ടാലോ?
ഞാൻ നശിപ്പിക്കത്തില്ല എന്ന് കർത്താവ് പറയുന്നു. താഴെ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ, പക്ഷെ 20 പേരെ അവിടെ കണ്ടാലോ. അടുത്തത് 20 പേരെ കണ്ടാലോ. നോക്കി എബ്രഹാം ചോദിക്കുക. ഇല്ല, കാര്യം 20 പേര്, 20 നീതിമാൻ പോലും ആ പട്ടണത്തിലില്ല. 20 നീതിമാന്മാർ പോലും ആ പട്ടണത്തിലില്ല. താഴട്ടെ. അപ്പോൾ അവൻ, കർത്താവെ കോപിക്കരുതേ, ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും. ഒറ്റ പ്രാവശ്യം കൊണ്ട് ചോദിക്കുക. പക്ഷെ 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. 10 പേരെ കണ്ടാലോ, ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. കണ്ടോ? പ്രൈസ് ഗോഡ്. അപ്പം ആ ദേശത്ത് ദൈവത്തിന്, നിങ്ങൾ ശ്രദ്ധിക്കണം, ആ 2 വലിയ പട്ടണത്തിന്റെ അകത്ത് അല്ലെങ്കിൽ ആ പട്ടണങ്ങളിൽ ദൈവത്തിനു വേണ്ടി നിൽക്കാൻ ഒരു 10 പേരില്ലായിരുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. കർത്താവ് പറയാ, 10 പേരുണ്ടായിരുന്നെങ്കിൽ സോദോം ഗോമോറയെ ഞാൻ നശിപ്പിക്കത്തില്ല. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? കാര്യം 10 പേര് ആ നാടിന്റെ ഉപ്പാണ്. ഞാൻ അവരെ പ്രിസർവ് ചെയ്യും. എൻ്റെ കോപത്തിൽ നിന്ന്, ഞാൻ അയക്കുന്ന ശാപത്തിൽ നിന്ന്, ഞാൻ അയക്കുന്ന അനർത്ഥങ്ങളിൽ നിന്ന് ആ ദേശത്തെ ഞാൻ സംരക്ഷിക്കും. ഇന്ന് പകൽ എന്താ മനസ്സിലായത്? പ്രൈസ് ഗോഡ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ്, നീതിമാനായ ഞാൻ ഉപ്പാകുന്നു. എൻ്റെ വീടിൻ്റെ ഉപ്പാണ്, എൻ്റെ ദേശത്തിൻ്റെ ഉപ്പാണ്. ഹല്ലേലൂയ. നീതിമാനായ നീ ഉള്ളത് കൊണ്ടാണ് ദൈവകോപം നിന്റെ വീടിന്മേൽ വരാതിരിക്കുന്നത്. കാരണം നീ ഉപ്പായി അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. നീ ഉപ്പായി നിൽക്കുന്നത് കൊണ്ടാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. എത്ര പേർക്ക് അത് പിടികിട്ടുന്നുണ്ട്? സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആമേൻ. അപ്പോ ഉപ്പെന്ന് ദൈവം യേശു പറയാൻ കാരണം, പ്രൈസ് ഗോഡ്, നീ ഒരു സാധാരണക്കാരനല്ല, നീ വിലയുള്ളവനാണ്. പ്രൈസ് ഗോഡ്. നിന്നെ ഓർത്ത, നിനക്ക് വേണ്ടി, നീ കാരണം എൻ്റെ സംരക്ഷണം ആ വീടിന് മേൽ കാണും, ആ ദേശത്തിന്മേൽ കാണും, ആ നാടിന്റെ മേൽ കാണും. ആമേൻ. കാരണം നീ ഉപ്പാണ്. ഞാനൊരു കെട്ടിടത്തിനകത്ത് പാർത്താൽ ഞാൻ കാരണം ആ കെട്ടിടം സംരക്ഷിക്കപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു വാഹനത്തിൽ യാത്ര ചെയ്താൽ ഞാൻ കാരണം വാഹനം സംരക്ഷിക്കപ്പെടും, അതിലുള്ളവർ സംരക്ഷിക്കപ്പെടും. ഐ എം സോൾട്ട്. പറഞ്ഞ ഐ എം സോൾട്ട്. ഒന്നുകൂടെ പറഞ്ഞ ഞാൻ ഉപ്പാണ്. അപ്പൊ എബ്രഹാമിനെ ഓർത്ത് ദൈവം ആരെ വിടുവിച്ചു? ലോത്തിനെ വിടുവിച്ചു. പ്രൈസ് ഗോഡ്. രണ്ടാമതായി നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം, അതിൻ്റെ 4, 5, 6, 7 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 4, 5 യോസഫിന്റെ ചരിത്രമാണ് വായിക്കുന്നത്, ഇല്ലേ? യോസഫ് സഹോദരന്മാരോട്, യോസഫിന്റെ അടുക്കൽ സഹോദരന്മാരെത്തുന്നു, സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ഫറവോന്റെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ മിസ്രൈമിൽ തൻ്റെ പാലസിൽ വെച്ച്, യോസഫിന്റെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ വെച്ച് ജോസഫ് തൻ്റെ സഹോദരങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭം അവിടെ വായിക്കുന്നത്. താട്ട് വായിച്ചേ. യോസഫ് സഹോദരന്മാരോട്, ഇങ്ങോട്ട് അടുത്തു വരുവീൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ. നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ ജോസഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട. എന്നെ നിങ്ങൾ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ കരയണ്ട. ആ ചരിത്രം നമുക്കറിയാമല്ലോ, ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. നിങ്ങൾ എന്നെ
ഈ നാട്ടിലേക്ക് വിറ്റത് കൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ കരയണ്ട. താഴട്ടെ. വിഷാദിക്കുകയും വേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ആ. ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു. താഴോട്ട്. ദേശത്ത് ക്ഷാമമുണ്ടായിട്ട്, ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി, ഇപ്പൊ 2 വർഷമായിരിക്കുന്നു. ഉഴവും കൊയ്ത്തും ഇല്ലാത്ത 5 സംവത്സരം ഇനിയുണ്ട്. ഇനി 5 വർഷം കൂടെ ഉണ്ട് ക്ഷാമം. സമൃദ്ധിയുടെ 7 നാൾ കഴിഞ്ഞു. ഇനി അടുത്ത ക്ഷാമത്തിന്റെ 7 നാളുകളാണ്, 7 വർഷങ്ങൾ. സമൃദ്ധിയുടെ 7 വർഷങ്ങൾ കഴിഞ്ഞു. ഇനി ക്ഷാമത്തിന്റെ 7 വർഷം തുടങ്ങി. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് സഹോദരങ്ങൾ എവിടെ എത്തുന്നത്? ജോസഫിന്റെ അടുക്കൽ എത്തുന്നത്. ഇനി 5 വർഷമുണ്ടല്ലോ. താഴോട്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും. നീ ശ്രദ്ധിക്കുക, ഈ ക്ഷാമം നിങ്ങളെ കൊല്ലാതിരിക്കേണ്ടതിന്. ആമേൻ. നിന്റെ സന്തതികളെ ഇല്ലാതാക്കാൻ ഈ ക്ഷാമം കാരണമായി തീരാതിരിക്കേണ്ടതിനും. കണ്ടോ? ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും, വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ പറഞ്ഞാട്ടെ. And God sent me before you to preserve you a posterity in the earth and to save your lives by a great deliverance. Amen. Hallelujah. എത്രക്കത് പിടികിട്ടുന്നുണ്ട്? തന്നെ 20 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞ, മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞ, പൊട്ടക്കിണറ്റിലിട്ട, ആമേൻ, നിന്ദിച്ച് പരിഹസിച്ച് കളിയാക്കിയ, വിറ്റ് കളഞ്ഞ സഹോദരന്മാരുടെ യോസഫ് പറയാ, പേടിക്കണ്ട നിങ്ങൾ കേട്ടോ. തന്നെ വെളിപ്പെട്ടപ്പോൾ അവർ പേടിച്ചുപോയി, അവർ വരണ്ടുപോയി. കാരണം 13 വർഷങ്ങൾക്ക് മുൻപ് അവർ വിറ്റ് കളഞ്ഞ സഹോദരൻ ഇപ്പൊ ആരായിരിക്കുന്നു? പറഞ്ഞേ, ഈജിപ്തിലെ ഗവർണറാണ്, അല്ലെങ്കിൽ ഈജിപ്തിന്റെ പ്രൈം മിനിസ്റ്ററാണ്. ഈജിപ്തിനെ ഭരിക്കുന്നത് യോസഫാണ്. പ്രൈസ് ഗാഡ്. ജോസഫ് ഒന്ന് കൈഞ്ഞൊട്ടിയാൽ മതി, ആമേൻ, പട്ടാളക്കാർ ഇവരുടെ തല ഛേദിച്ചു കളയാം. ആ അധികാരത്തിലിരിക്കുക ജോസഫ്. താൻ ജോസഫാന്ന് വെളിപ്പെടുത്തിയപ്പോൾ സഹോദരന്മാർ പേടിച്ചു പോയി. പക്ഷെ പുള്ളി പറയാം, പേടിക്കണ്ട 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 പേടിക്കണ്ട. ആമേൻ, ആമേൻ. നിങ്ങളുടെ ഉള്ളിൽ കുറ്റബോധം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരിക്കാം. പക്ഷെ പേടിക്കണ്ട, ദൈവം എന്നെ നിങ്ങൾക്കൊരു സോൾട്ടായി മാറ്റിയിരിക്കുക, ഒരു ഉപ്പാക്കി മാറ്റി. ആമേൻ. നിങ്ങളെന്നെ തെള്ളിക്കളഞ്ഞെങ്കിലോ, നിങ്ങളെന്നെ ഉപേക്ഷിച്ചെങ്കിലോ, നിങ്ങളെന്നെ പൊട്ടക്കിണറ്റിലിട്ടെങ്കിലോ, നിങ്ങളെന്നെ വിറ്റ് കളഞ്ഞെങ്കിലോ, എന്റെ ദൈവം എന്നെ നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ, ഈ സാഹചര്യത്തിൽ, ഈ ക്ഷാമകാലത്ത് നിങ്ങളെയോ നിങ്ങളുടെ തലമുറയും പ്രിസർവ് ചെയ്യുവാൻ, സംരക്ഷിക്കുവാൻ ഒരു ഉപ്പാക്കി. എത്രക്ക് സന്തോഷമുണ്ട്, എത്രക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. 2-3 ദൂതുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ? ആദ്യത്തേത് എന്താണ്? നിന്നെ ഓർത്ത് ദൈവം ചില പ്രവൃത്തികൾ ചെയ്യാൻ പോവാ. എബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ചതുപോലെ നിന്നെ ഓർത്ത്, നിന്നെ ഓർത്ത് നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ വീടിനകത്ത്, ദേശത്ത്, സഹോദരങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, സ്നേഹിതർക്ക് വേണ്ടി നിന്നെ ഓർത്ത്, നിന്നെ ഓർത്ത്, നിന്നെ ഓർത്ത്, നിന്നെ ഓർത്ത്. Praise God. Praise God. നിന്നെ ഓർത്ത് വലിയ ഡെലിവറൻസ് ദൈവം കൽപ്പിക്കുന്ന പകലാണ്. ആമേൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? രണ്ടാമതായി, പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ, എന്നെ നിന്നെയും ദൈവം അനേകർക്കൊരു ബ്ലെസ്സിംഗ് ആയി മാറ്റാൻ പോവാ. എത്രക്ക് സന്തോഷമുണ്ട്. ആമേൻ.
പലരുടെയും ജീവൻ അവിടെ ജോസഫിലൂടെ കർത്താവ് എന്താ ചെയ്തത്? നിങ്ങൾ ശ്രദ്ധിച്ചേ. ജോസഫ് എങ്ങനെയാണ് തൻ്റെ സഹോദരന്മാരെ സംരക്ഷിച്ചത്? അവർക്ക് വേണ്ടുന്ന ആഹാരത്തെ കൊടുത്തുകൊണ്ട്. എത്രക്ക് അത് മനസ്സിലാവുന്നുണ്ട്? അവരുടെ ദൈനംദിന ചെലവുകളെ ഏറ്റെടുത്തുകൊണ്ട്. വാ, അത്രക്ക് സന്തോഷമുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്നലെ നിന്നെ വിറ്റ് കലഞ്ഞവരെ സംരക്ഷിക്കാത്ത നിലയിൽ, അവരെ പോറ്റുക നിലയിൽ, അവരെ പോറ്റു പുലർത്തത്തക്ക നിലയിൽ. ഈ പദമാണ്, ഏറ്റെടുത്തോ. ഇന്നലെ നിന്നെ തെള്ളിക്കളഞ്ഞവരെ, ഇന്നലെ നിന്നെ ഉപേക്ഷിച്ചവരെ, ഇന്നലെ നിന്നെ മാറ്റി നിർത്തിയവരെ, നിന്നൊന്ന് നോക്കി കള്ളി എന്ന് പറഞ്ഞവരെ, കള്ളൻ എന്ന് പറഞ്ഞവരെ പോറ്റി പുലർത്തത്തക്ക നിലയിൽ. പോറ്റി പുലർത്തത്തക്ക നിലയിൽ, പോറ്റി പുലർത്തത്തക്ക നിലയിൽ, പോറ്റി പുലർത്തത്തക്ക നിലയിൽ, അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കത്തക്ക നിലയിൽ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. നീ ഞങ്ങൾക്ക് ആരുമല്ലെന്ന് പറഞ്ഞ് നിന്നെ ഉപേക്ഷിച്ചവരെ, നിന്നെ മാറ്റി നിർത്തിയവരെ, ആമേൻ, ഓ നിന്റെ ആവശ്യങ്ങളിൽ സഹായിക്കാത്തവരെ, ഓ നിന്നെ നോക്കാതെ മാറിപ്പോയവരെ, അവരെ പോറ്റി പുലർത്തത്തക്ക നിലയിൽ ദൈവം നിന്നെ ഉപ്പാക്കി മാറ്റാൻ പോവാ. ദൈവം നിന്നെ അങ്ങോട്ട് അനുഗ്രഹിക്കാൻ പോവാ. വിശ്വസിക്കുന്ന അല്പസമയം കാര്യങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ. Praise God. Praise God. ജോസഫ് ജീവന് വേണ്ടി നിലവിളിച്ചപ്പോ ഒരു ദയം കാണിച്ചില്ല അവന്മാര്. കാണിച്ചോ? ഒരു രീതിയിലും. ജോസഫ് ജീവന് വേണ്ടി നിലവിളിച്ചു, ചേട്ടന്മാരെ എന്നെ കൈവിടരുത്, എന്നെ രക്ഷിക്കണം, എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ വിറ്റുകളയരുത് എന്ന് ചേട്ടന്മാരുടെ നിലവിളിച്ചിട്ടും ഒരു ദയ അവർ കാണിച്ചില്ല, ഒരു കരുണയും അവർ കാണിച്ചില്ല, ഒരു സ്നേഹം അവർ കാണിച്ചില്ല. Praise God. പക്ഷെ ജോസഫ് പ്രതികാരം ചെയ്തു. എങ്ങനെ ജോസഫ് പ്രതികാരം ചെയ്തത്? Praise God. ഉപേക്ഷിച്ചവരെ സംരക്ഷിച്ചുകൊണ്ട്. Come on. ഉപേക്ഷിച്ചവരെ സംരക്ഷിച്ചുകൊണ്ട്, മാറ്റി നിർത്തിയവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്. ആമേ. വിറ്റ് കളഞ്ഞവരെ പോറ്റി പുലർത്തിക്കൊണ്ട്. ഓ, എന്തൊരു വലിയ പ്രതികരണമായിരുന്നു ഇത്. വിറ്റ് കളഞ്ഞവരെ പോറ്റി പുലർത്തിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജോസഫ് പ്രതികാരം ചെയ്തു. ആമേൻ. ഇന്ന് പകൽ ഈ പദങ്ങൾ ചേർന്ന് ഓർത്തിരുന്നോണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മാറ്റി നിർത്തിയവരെ ചേർത്ത് പിടിക്കത്തക്ക നിലയിൽ ദൈവം തന്നെ അനുഗ്രഹിക്കാൻ പോവാ. ആമേൻ. നിന്നെ ഉപേക്ഷിച്ചവരെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പോറ്റ് പുലർത്തത്തക്ക നിലയിൽ ദൈവം നിന്നെ അങ്ങോട്ട് അനുഗ്രഹിക്കാൻ പോവാ. ജോസഫ് വാസ് എ സോൾട്ട്. പ്രൈസ് ഗോഡ്. അടുത്ത ഉദാഹരണം. പ്രൈസ് ഗോഡ്. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 34, 35, 36, 37 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ച് അതെന്റെ നേരെ വന്നപ്പോൾ
ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ആ ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെ ആകും. എബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെ വിടുവിച്ചു. രണ്ടാമത് എന്താണ്? ഉപേക്ഷിച്ചവരെ പോറ്റി പുലർത്തുവാൻ, അവരുടെ തലമുറകളുടെ നിലനിൽപ്പിന് വേണ്ടി അവരെ പോറ്റി പുലർത്തുവാൻ ദൈവം ജോസഫിനെ ഉപയോഗിച്ചു. ഇപ്പൊ മൂന്നാമതായി, ആമേൻ, നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രൈസ് ഗോഡ്, തൻ്റെ കുടുംബ സ്വത്തിനെ, തന്നെ അപ്പനെ ഏൽപ്പിച്ചതിനെ സംരക്ഷിച്ചു നിർത്തുവാൻ ഒരു ദാവീദിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ഗോഡ്. ഗോലിയാത്തിനെ നേരിടുന്ന ദാവീദ് ശൗലിനോടൊരു സാക്ഷ്യം പറയാണ്. ശൗലിനോടൊരു സാക്ഷ്യം പറയാ. നീ ഉപ്പ ഒന്ന് പറഞ്ഞാൽ ഉപ്പ, ഒന്ന് പറഞ്ഞാൽ ഉപ്പ. കമോൺ, ധൈര്യത്തോട് പറഞ്ഞാൽ ഉപ്പ. ദാവീദിന്റെ ചരിത്രം എന്താ ദാവീദ് സാക്ഷ്യം പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്റെ അപ്പൻ എന്നെ കുറെ ആടുകളെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ കാട്ടിൽ ആടുകളുമായി പോകുമ്പോൾ ഒരു ദിവസം ഒരു സിംഹം വന്നു, വേറൊരിക്കൽ ഒരു കരടി വന്നു എൻ്റെ ആട്ടുകൂട്ടത്തിനകത്തുനിന്ന്. പ്രൈസ് ഗോഡ്, ആമേൻ. ആടിനെ മോഷ്ടിച്ചു, പക്ഷെ ഞാൻ അതിനെ പിന്തുടർന്ന് അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് എൻ്റെ ആട്ടുംകുട്ടിയെ രക്ഷിച്ചു. എന്താണ് ദാവീദ് അവിടെ ചെയ്തത്? ആമേൻ, സ്പിരിച്വൽ വാർഫെയർ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രൈസ് ഗോഡ്. പിശാചാകുന്ന സിംഹവും പിശാചാകുന്ന കരടിയും തൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ നിന്ന്, തനിക്കുള്ളതിൽ നിന്ന് ഉള്ളതിനെ അപഹരിക്കാൻ വരുമ്പോൾ അതിനെതിരെ യുദ്ധം ചെയ്ത, അതിനെതിരെ യുദ്ധം ചെയ്ത, അതിനെതിരെ യുദ്ധം ചെയ്ത. Come on. ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രൈസ് ഗോഡ്. നീ ഉപ്പാകുന്നത് കൊണ്ടാ നിന്റെ വീടിന് വേണ്ടി നീ പ്രാർത്ഥനയിൽ പോരാടുന്നത്, അല്ലേ? ശ്രദ്ധിക്ക. എത്രക്കത് മനസ്സിലാകുന്നുണ്ട്? രാവും പകലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, വീട്ടിലുള്ളവർക്ക് വേണ്ടിയൊക്കെ നീ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കാരണം നീ ദാവീദിനെ പോലെ ഉപ്പാകുന്നത് കൊണ്ടാണ്. ഞാൻ ഈ പറയുന്ന പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. എത്ര പേർക്ക് അത് പിടികിട്ടുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇല്ലേ, ഇന്ന് രാവിലെയും ചില സിംഹത്തെയും കരടിയെയും ജയിച്ചിട്ടാണ് നിങ്ങളുടെ വന്നത്, ശരിയല്ലേ? ഇന്ന് രാവിലെയും ചില സിംഹത്തെയും കരടിയെയും ജയിച്ചിട്ടാ വന്നേ. പ്രൈസ് ഗോഡ്. ആത്മീയ യുദ്ധം ചെയ്തിട്ട് ഇവിടെ വന്നേ. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ പോരാട്ടം നീ പോരാടാൻ കാരണം നീ ആ വീടിൻ്റെ ഉപ്പാണ്. നീ ആ വീടിൻ്റെ ഉപ്പാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് നിന്റെ വീട്ടിലുള്ളവർക്ക് അത് മനസ്സിലാകത്തില്ല, പക്ഷെ നീയാണ് ആ വീടിനെ സംരക്ഷിച്ച് നിർത്തുന്ന, നീ ആ വീടിനെ സംരക്ഷിച്ച് നിർത്തുന്ന. അതിലൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കാരണം, അതിലൊന്നും നഷ്ടമാകാതിരിക്കാൻ കാരണം എന്റെ സഹോദരി നീയാണ്, സഹോദരൻ നീ കാരണമാണ്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, ആമേൻ. ഇത് ഇന്ന് ആളുകൾക്ക് മനസ്സിലാകത്തില്ല. ആളുകൾ എന്തിനാണ് നീ ഇത്രയും അങ്ങ് പ്രാർത്ഥിക്കുന്നത്? നീ ഇത്രയും അങ്ങ് പ്രാർത്ഥിക്കുന്നത് എന്തിനാ? എന്തിനാണ് എല്ലാ പ്രാർത്ഥനയ്ക്കും ഓടുന്നത്? എന്തിനാണ് രാത്രി ഉറക്കമില്ലാതെ എഴുന്നേറ്റ് നീ പ്രാർത്ഥിക്കാൻ കാരണം എന്താ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ.
കാരണം നമ്മൾ ഉപ്പ. എന്താണ് ഉപ്പ? ഒന്ന് പറഞ്ഞു ഉപ്പാണ്. ഒന്ന് പറഞ്ഞു ഉപ്പാണ്. ചേർന്ന് പറഞ്ഞു ഉപ്പാണ്. ഹല്ലേലൂയ. എത്രക്ക് സന്തോഷമുണ്ട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഉപ്പാണ് നമ്മൾ. ഓ, ഉപ്പായത് കൊണ്ടാണ് അർദ്ധരാത്രി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്നത്. പലരും കിടന്ന് ഉറങ്ങുമ്പോൾ ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ച നീ നിന്റെ വീടിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത്, ദേശത്തിന് ഇടിവിൽ നിൽക്കുന്നത്, പട്ടണത്തിന് ഇടിവിൽ നിൽക്കുന്നത്, ചില വ്യക്തികൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം നീ ഉപ്പ. എത്ര പേർക്കത് മനസ്സിലാവുന്നുണ്ട്? Hallelujah. Praise God. ഓർക്കുന്നു, കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് ചില ശരീര അസ്വസ്ഥത, ഞാൻ ഭാരപ്പെടുകയായിരുന്നു. പക്ഷേ അപ്പം ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. പക്ഷെ രാത്രിയിൽ 4:30, 3:30, 4:30 ആകുമ്പോൾ ഞാൻ എഴുന്നേക്കും. മറ്റൊന്നുമല്ല, എനിക്ക് ദൈവം തന്ന ആടുകളിൽ ചില വ്യക്തികൾക്കെതിരെ പിശാചിടുന്ന ചില തന്ത്രങ്ങൾ ദൈവനെ കാണിപ്പിക്കും. എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്തുകൊണ്ടത് സാധിക്കുന്നത്? കാരണം ഞാൻ ഉപ്പാണ്. ഞാൻ ഉപ്പാണ്. എൻ്റെ കടമയാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആടുകളെ സംരക്ഷിക്കുക, സൂക്ഷിക്കുക, അവർക്കെതിരെ വരുന്ന സിംഹത്തിനെതിരെ യുദ്ധം ചെയ്യുക, കരടിക്കെതിരെ യുദ്ധം ചെയ്യുക. എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു സന്തോഷത്തോടെ ഹല്ലേലൂയ. ആമേൻ. മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടി വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടുംകുട്ടിയെ പിടിച്ചു. 25-ാം വാക്യം. 1 ശമൂവേൽ 17:25. എന്നാറേ ഇസ്രായേലിയർ 1 ശമൂവേൽ 35. ക്ഷമിക്കും. സോറി. ഓക്കെ. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ച് അതെന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെ ആകും. പ്രൈസ് ഗോഡ്. സിംഹവും കരടിയും ദാവീദിനെ ഏൽപ്പിച്ച ആട്ടുകൂട്ടത്തിനെതിരെ, അതായത് ആ വീടിന്റെ സ്വത്താണത്, ആട്. തൻ്റെ അപ്പൻ്റെ ആടുകൾ, അപ്പൻ്റെ സ്വത്തുക്കൾ, അതിനെതിരെ കടന്നു വന്നു. പക്ഷെ ഫെലിസ്ത്യൻ വന്നത് ഒരു രാജ്യത്തിനെതിരെയാണ്. എത്ര പേർക്ക് അത് മനസ്സിലായി? പ്രൈസ് ഗോഡ്. സിംഹവും കരടിയും കുടുംബത്തിനെതിരെ കടന്നു വന്നു, അല്ലെ വീടിനെതിരെ, അവനെതിരെ കടന്നു വന്നു. പക്ഷെ ഫെലിസ്ത്യൻ വന്നത് ആർക്കെതിരെയാ? ഒരു രാജ്യത്തിനെതിരെ. ഞാൻ ആ വാക്യം വായിച്ചപ്പോ സ്വർഗം എന്നോട് പറഞ്ഞു, മോനെ ഹല്ലേലൂയ, ആമേൻ. ഒരു വീടിന്റെ ഉപ്പ് മാത്രമല്ല, നീ ഒരു രാജ്യത്തിന് ഉപ്പായി മാറാൻ പോവാ. നീ ഒരു രാജ്യത്തിന് ഉപ്പായി മാറാൻ പോവാ. നീ ഒരു രാജ്യത്തിന് ഉപ്പായി മാറാൻ പോവാ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? രാജ്യത്തിന്റെ ഉപ്പായി ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട് ദൈവം. ചില രാജ്യത്തിന്റെ ഉപ്പായി ദൈവം ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്. എത്ര പേർക്ക് അത് പിടികിട്ടുന്നുണ്ട്? ഹല്ലേലൂയ. ഒരിക്കൽ ആരാം രാജാവ് തന്റെ മണിയറിയിൽ, അല്ലെങ്കിൽ സിറിയൻ രാജാവ് തന്റെ മണിയറിയിൽ, തന്റെ ബെഡ്റൂമിനകത്ത് സംസാരിക്കുന്നത് ആ പദ്ധതികൾ ഇസ്രായേൽ, എലീഷ, പ്രൈസ് ഗോഡ്, ഇസ്രായേൽ രാജാവിനെ അറിയിക്കും. പ്രൈസ് ഗോഡ്. വായിച്ചിട്ടുണ്ട് ആ ഭാഗം? ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ
ഓക്കെ, വായിച്ചു. അത് 6-ാം അധ്യായം 8-ാം വാക്യം മുതൽ. 8-ാം വാക്യം മുതൽ വായിച്ചേ. അനന്തരം ആരാം രാജാവിന് ഇസ്രയേലിനോട് യുദ്ധമുണ്ടായി. ആരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം. നിങ്ങൾ ശ്രദ്ധിക്കുക, പദ്ധതികൾ തയ്യാറാക്കുക. ഇന്നടത്ത് ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം, ഇന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്യണം. സിറിയൻ രാജാവ് തൻ്റെ കൗൺസിലിൻ്റെ അകത്തിരുന്ന് തൻ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണ്. ഇന്നടത്തായിരിക്കണം എൻ്റെ ക്യാമ്പ്, ഇന്നടത്തായിരിക്കണം എൻ്റെ ക്യാമ്പ്. പദ്ധതി പ്ലാൻ ചെയ്യുമ്പോൾ താഴോട്ട്, ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തന്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രയേൽ രാജാവിനോട് ഇന്നിന്ന സ്ഥലത്തു കൂടി കടക്കാതിരിക്കുവാൻ സൂക്ഷിക്കുക. കണ്ടോ, ആരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. നിങ്ങൾ ശ്രദ്ധിക്ക, ഇസ്രയേലിൽ ഇരിക്കുന്ന ദൈവപുരുഷന് സിറിയയിലിരിക്കുന്ന രാജാവ് പ്ലാൻ ചെയ്യുന്നത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. ഓ കമോൺ, നമ്മുടെ സഭ ഒരു സാധാരണ സഭയല്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഒരു ഉപ്പായി, ഭാരത രാജ്യത്തിന്റെ ഒരു ഉപ്പായി ദൈവം നമ്മളെ കണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ രാമൻ പറഞ്ഞാട്ടെ. ആ വാക്യം ഒന്ന് വായിച്ചേ. അനന്തരം ആരാം രാജാവിന് ഇസ്രയേലിനോട് യുദ്ധമുണ്ടായി. ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തന്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രയേൽ രാജാവിനോട്, കണ്ടോ, ഭൃത്യന്മാര് തന്റെ സിറിയയും ഇസ്രയേലും തമ്മിൽ ദൂരമുണ്ട്. രണ്ട് രാജ്യമാണ്, രണ്ട് കൺട്രിയാണ്, രണ്ട് രാജ്യമാണ്. അപ്പൊ സിറിയയിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ രാജാവ് ഇസ്രയേലിനെതിരെ പദ്ധതികൾ തയ്യാറാക്കുന്നത് തൻ്റെ മന്ത്രിസഭ യോഗത്തിൽ നടക്കുന്ന രഹസ്യ ചർച്ചകൾ ഇസ്രയേൽ രാജാവിന്റെ ചെവിയിലെത്തുക. Praise God. അന്ന് ഇസ്രയേലിന്റെ മൊസാദ് ഒന്നും ഇപ്പോഴത്തെ ചാരസംഘടന അത്രയും ഇന്നത്തെ പോലെ ആക്റ്റീവ് അല്ല അന്ന്. പക്ഷേ ഒരു ദൈവ പുരുഷനെ എഴുന്നേൽപ്പിച്ചു അവിടെ. താഴോട്ട് വായിച്ചേ. ഇന്നിന്ന സ്ഥലത്തു കൂടി കടക്കാതിരിക്കുവാൻ സൂക്ഷിക്കുക, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ഇസ്രായേൽ രാജാവ് ചെന്നിട്ട് ദൈവപുരുഷനായ എലീശ ആളയച്ചു രാജാവിനെ ഇൻഫർമേഷൻ കൊടുക്കും, ഇന്നിന്ന സ്ഥലത്തൂടെ പോകരുത്, കാര്യം അവിടെ ആരാമ്യർ വരുന്നുണ്ട്. കണ്ടോ, അതുകൊണ്ട് സൂക്ഷിച്ചോണം, ഇന്നടത്തൂടെ പോകരുത്. താഴോട്ട്. ദൈവപുരുഷൻ പറഞ്ഞതും പ്രബോധിപ്പിച്ചതും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രയേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല തന്നെത്താൻ രക്ഷിച്ചത്. ഇത് ഹേതുവായി അരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി. ഇത് ഹേതുവായി 1-2 പ്രാവശ്യമാണ്, സ്ഥിരമായി. പുള്ളി എന്തൊക്കെ രഹസ്യമായി പദ്ധതി ഇടുന്നോ അതെല്ലാം ഇസ്രയേൽ രാജാവിന്റെ ചെവിയിലെത്തുക. ഇതെങ്ങനെയാണ്? ഇന്നത്തെ പോലെ സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സംവിധാനമൊന്നുമില്ല. ഇതെങ്ങനെ എത്തുന്നു? ഇത് ഹേതുവായി ആരാം രാജാവ്, സിറിയൻ രാജാവിന്റെ മനസ്സ് ഏറ്റവും അധികം കലങ്ങി, താൻ വലിയ വിഷമത്തിലായി. താഴെ അവൻ ഭൃത്യന്മാരെ വിളിച്ച് അവരോട്, നമ്മുടെ കൂട്ടത്തിൽ ഇസ്രയേൽ രാജാവിന്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. ആമേൻ. ആൾക്കാരെ വിളിച്ചിട്ട്, കൂട്ടത്തിലുള്ളവരെ വിളിച്ചിട്ട്, നമ്മുടെ കൂട്ടത്തിൽ ആരെ ഒരുത്തൻ നമ്മൾ ഉറ്റുന്നുണ്ട്? നമ്മുടെ കൂട്ടത്തിൽ ഞാൻ പ്ലാൻ ചെയ്യുന്ന, രഹസ്യമായി പ്ലാൻ ചെയ്യുന്നതെല്ലാം, പദ്ധതി ഇടുന്നതെല്ലാം ഇസ്രയേൽ രാജാവിന്റെ ചെവിയിലെത്തുക. പല രീതിയിൽ ഇസ്രയേൽ രാജാവിനെ കൊല്ലുവാനായി ആരാം രാജാവ് പദ്ധതികൾ തയ്യാറാക്കുന്നു. പക്ഷെ ഈ പദ്ധതികളെല്ലാം പൊളിഞ്ഞു പോവുക, ഒന്നും വിജയിക്കുന്നില്ല. ഒന്നും വിജയിക്കുന്നില്ല. അപ്പൊ ആരാം രാജാവ് അടുത്തുള്ളവരെ വിളിച്ചിട്ട് ചോദിക്കുക, നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ചാരൻ, ആരാണ് നമ്മൾ ഉറ്റിക്കൊടുക്കുന്നത്? ആമേൻ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇസ്രയേൽ രാജാവിന്റെ ചെവിയിൽ ആരെ എത്തിക്കുന്നത് കണ്ടുപിടിക്കണം. താഴോട്ട്.
അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, യജമാനനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ, നീ സൈന്യഗ്രഹത്തിൽ, നിന്റെ കിടപ്പറയിൽ, നിന്റെ ബെഡ്റൂമിനകത്ത്, അങ്ങനെയല്ല രാജാവ്. പക്ഷെ അതിനകത്ത് ഒരുത്തന് മനസ്സിലായി എന്താണ്. അപ്പൊ നിന്റെ കിടപ്പറയിൽ നീ സംസാരിക്കുന്ന കാര്യം താഴെ. ഇസ്രയേലിലെ പ്രവാചകനായ എലീശ ഇസ്രയേലിലെ പ്രവാചകനായ എലീശ ഇസ്രയേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഇസ്രയേലിൽ ഉപ്പായി, ഒരു സോൾട്ടായി ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, പിശാച് എന്തൊക്കെ പദ്ധതി ഇടുന്നോ, സാത്താൻ എന്തൊക്കെ പദ്ധതി ഇടുന്നോ, അതെല്ലാം പ്രൈസ് ഗോഡ് സ്വർഗം നിനക്ക് വെളിപ്പെടുത്തും. സ്വർഗം നിനക്ക് വെളിപ്പെടുത്തും. സ്വർഗം നിനക്ക് വെളിപ്പെടുത്തും. സ്വർഗം നിനക്ക് വെളിപ്പെടുത്തും. കാരണം നീ ഉപ്പാണ്, നീ ഉപ്പാണ്, നീ ഉപ്പാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ആമേൻ. എത്രക്ക് സന്തോഷമുണ്ട്. പ്രൈസ് ഗോഡ്. എന്തൊക്കെ പിശാച് പദ്ധതി ഇടുന്നോ അതെല്ലാം ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കാരണം നീ ഉപ്പാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, ദാവീദ് തന്നെ ഏൽപ്പിച്ച ആടുകൾക്കൊരു സംരക്ഷകനായി മാറിയപ്പോൾ ദൈവം അവനെ ഇസ്രായേൽ രാജ്യത്തിന്റെ സംരക്ഷകനാക്കി മാറ്റി. കർത്താവ് ഇന്ന് പകൽ എന്നോട് ഇടപെട്ടൊരു വാഗ്ദൂതാണത്. നീ നിന്നെ ഏൽപ്പിച്ച ആടുകൾക്ക് നീ സംരക്ഷകനായി വിശ്വസ്തയോടെ നിന്നാൽ ഞാൻ ഈ രാജ്യത്തിന്റെ സംരക്ഷകനായി നിന്നെ ഉയർത്തും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞു. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ. നിന്നെ ഏൽപ്പിച്ചതിൽ നീ വിശ്വസ്തനായാൽ, ആമേൻ, നീ വീടിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, നിനക്ക് പ്രമോഷൻ വരാൻ പോവാ, പ്രമോഷൻ വരാൻ പോവാ. ഒരു ദേശത്തിന്റെ കാവൽക്കാരനായി ദൈവം നിന്നെ പ്രൊമോട്ട് ചെയ്യാൻ പോവാ. നാളുകളായി നിന്റെ വീടിന് വേണ്ടി, നിന്റെ ഭവനത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിനക്കുള്ളതിന് വേണ്ടി നീ ഉപ്പായി പ്രവർത്തിച്ചെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുക, ഇതൊരു പ്രമോഷൻ വരാൻ പോവാ. നിന്റെ പഞ്ചായത്തിന്റെ കാവൽക്കാരനായി, നിന്റെ ദേശത്തിന്റെ കാവൽക്കാരിയായി ദൈവം നിന്നെ പ്രൊമോട്ട് ചെയ്യുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്രക്ക് സന്തോഷമുണ്ട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. അടുത്തത് എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. എസ്തേറിന്റെ പുസ്തകം. ഈ ഭാഗങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് അറിയാവുന്ന ഭാഗങ്ങൾ തന്നെയാണ്, ഞാൻ നേരത്തെ ഒക്കെ സംസാരിച്ചിട്ടുള്ളത്. എങ്കിലും 2-3 വാക്യങ്ങൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു. അഹശ്വേരോശ് രാജാവിന്റെ കാലഘട്ടത്തിൽ 120 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന വലിയൊരു പേർഷ്യൻ രാജ്യം. ആ കാലഘട്ടത്തിൽ എസ്തേറിനെ ഉയർത്തിയ ചരിത്രം നമുക്കറിയാം. ഇവിടെ എസ്തേർ ഒരു ഉപ്പായി മാറിയ. എസ്തേർ ആരായി മാറുന്നു? ഒരു സോൾട്ടായി മാറുന്നു, അല്ലേ? യഹൂദ ജനം മൊർദെഖായിയെയും യഹൂദ ജനത്തെയും തീർത്തു കളയുവാൻ, അവസാനിപ്പിക്കുവാനായി ഹാമാൻ രാജാവിനെ സ്വാധീനിച്ച് കൽപ്പനകൾ ഉണ്ടാക്കി തൻ്റെ വീട്ടിൽ പോലും കഴുകുമരം ഉണ്ടാക്കി വെച്ചിരിക്കുക മൊർദെഖായിയെ തൂക്കിക്കൊല്ലാൻ. അവിടെ ദൈവം എസ്തേറിനെ എഴുന്നേൽപ്പിക്കുന്നു. ഒരു ഉപ്പായി, ഒരു വംശത്തെ രക്ഷിക്കേണ്ടവന്, ഒരു ജനതയെ രക്ഷിക്കേണ്ടവൻ. Come on. എത്ര പേർക്ക് അത് പിടികിട്ടുന്നുണ്ട്? എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? കൂട്ടാത്ത അല്പസമയം അന്യഭാഷയിൽ സംസാരിച്ചാണ്. ചില എസ്തേർമാർ എഴുന്നേൽക്കട്ടെ, ചില ദാവീദുമാർ എഴുന്നേൽക്കട്ടെ, ചില ജോസഫ്മാർ എഴുന്നേൽക്കട്ടെ.
എബ്രഹാമിന്റെ ജനറേഷൻ എഴുന്നേൽക്കട്ടെ. അട്ടക സംതേലി പീറബൂര. അല്പസമയം അന്യഭാഷകളിൽ ചില മൊർദെഖായിമാർ എഴുന്നേൽക്കട്ടെ. മൊർദെഖായിമാർ എഴുന്നേൽക്കട്ടെ. എസ്തേർമാർ എഴുന്നേൽക്കട്ടെ. യഹൂദനെ കൊന്നുകളയുവാൻ ഒരു തീയതി പോലും ഹാമാൻ കണ്ടുപിടിച്ചു വെച്ചിരിക്കുക. ഇത്രാം തീയതി. ആ ഡേറ്റ് ഒക്കെ അവിടെ കിടപ്പുണ്ട് എസ്തേറിന്റെ പുസ്തകത്തിൽ. യഹൂദനെ പൂർണ്ണമായി കൊന്നുകളയും. അന്ന് ജനമല്ല എഴുന്നേറ്റ് ഈ 127 സംസ്ഥാനങ്ങളിലുള്ള ഇന്ത്യ എന്ന പേര് ഉള്ളത് ഈ പുസ്തകത്തിനകത്താണ്. ഇന്ത്യ എന്ന പേരുള്ളത് 120 സംസ്ഥാനങ്ങളിലുള്ള നമുക്കൊന്ന് വായിക്കാം. 120 സംസ്ഥാനങ്ങളിലുള്ള എല്ലാ യഹൂദന്മാരെ കൊന്നുകളയുവാൻ ഒരു ഡേറ്റ് തീരുമാനിച്ചു. പക്ഷെ അവിടെ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നടക്കുന്നു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവസാനം ഹാമാൻ തല കുനിച്ച്, ചരിത്രം നമുക്കറിയാം അല്ലേ, നാണം കെട്ട് ഹാമാനും തൻ്റെ 10 പുത്രന്മാരും തൂക്കപ്പെട്ടു. പ്രൈസ് ഗോഡ്. മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട, മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ ഒരുക്കിയ അതേ തൂക്കുമരത്തിൽ ഹാമാനും തൻ്റെ 10 പുത്രന്മാരും തൂക്കപ്പെട്ടു. കാരണം ഒരു എസ്തേർ, ഒരു ഉപ്പായി വെളിപ്പെട്ടത് കൊണ്ടാണ്. പിശാചൊരുക്കിയ കടുകുമരത്തിനകത്തു പിശാച് പറഞ്ഞ തീയതിക്ക് കൊന്നുകളയുമെന്ന് പറഞ്ഞ, തീർത്തുകളയുമെന്ന് പറഞ്ഞ, അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ അതേ ഡേറ്റിൽ പ്രൈസ് ഗോഡ് ദൈവം യഹൂദന് വലിയൊരു ജയം കൊടുക്കാൻ കാരണം എസ്തേർ എന്ന ഉപ്പ് വെളിപ്പെട്ടത് കൊണ്ടാണ്. അതിനകത്ത് 2-3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 8-ാം അധ്യായം 1 തൊട്ട് താഴെയുള്ള വാക്യങ്ങൾ വായിച്ചു പോനെ. അന്ന് അഹശ്വേരോശ് രാജാവ് യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ വീട് എസ്തേർ രാജ്ഞിക്ക് കൊടുത്തു. മൊർദെഖായിക്ക് തന്നോടുള്ള ചർച്ച ഇന്നതെന്ന് എസ്തേർ അറിയിച്ചതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഉപ്പിന്റെ ഒരു പ്രത്യേകത എന്താ? അഴകുവെന്ന് ലോകം പറയുന്നതിനെ ഫ്രഷ് ആക്കുന്നതാണ് ഉപ്പ്. ആമേൻ. പുതുക്കം കൊടുക്കുന്നത് ഉപ്പ്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എസ്തേർ നിമിത്തം, എസ്തേർ നിമിത്തം, ആമേൻ, മൊർദെഖായിക്ക് നഷ്ടപ്പെട്ട സകല മാന്യതയും തിരിച്ചു കിട്ടി. പിടികിട്ടില്ല. ഇത് പ്രൊഫറ്റിക്കൽ വേർഡാണ്. അതുകൊണ്ട് ഏറ്റെടുത്തോണത്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവം ദൂത് തരും. പ്രൈസ് ഗോഡ്. എസ്തേർ നിമിത്തം വലിയൊരു ഹോണർ തന്റെ അങ്കിളിന്, തന്റെ കസിന് കിട്ടുകയാണ്. എസ്തേർ നിമിത്തം. നിങ്ങൾ ശ്രദ്ധിക്കണം, കൊട്ടാരത്തിന്റെ പടിവാതിക്കൽ മാത്രമിരുന്ന മൊർദെഖായി എല്ലാവരുടെയും നിന്ദയ്ക്കും പരിഹാസത്തിനും പാത്രമായി മൊർദെഖായി. ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി കഴുകുമരം ഒരുക്കി വെച്ചു. പക്ഷേ എസ്തേറിന്റെ ഇടപെടൽ, പ്രൈസ് ഗോഡ്, എസ്തേർ അവിടെ ഇടപെട്ടത് കൊണ്ട്, എസ്തേറിനെ ദൈവം ഉപയോഗിച്ചത് കൊണ്ട്, പ്രൈസ് ഗോഡ്, മൊർദെഖായിയുടെ സ്ഥാനം മാറി. മൊർദെഖായിയുടെ സ്ഥാനം മാറി. Come on. Praise God. പടിവാതിക്കൽ ഇരിക്കുന്നവന്റെ നിലവാരം മാറി, സ്ഥിതി മാറി, സ്ഥിതി മാറി. ഞാൻ ഉപ്പായതുകൊണ്ട് സ്തോത്രം, ഞാൻ മുഖാന്തരന്റെ അപ്പനും അമ്മയും മാനിക്കപ്പെടും. അവർക്ക് ഹോണർ ഉണ്ടാവും. എന്റെ സഹോദരങ്ങൾക്ക് ഹോണർ ഉണ്ടാവും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് ഏറ്റെടുക്കാൻ തയ്യാറാണ്? Praise God. നിങ്ങൾ ശ്രദ്ധിച്ച് ആ വാക്യം ഒന്ന് വായിച്ച് 8-ന്റെ 1 വായിച്ച് 8-ന്റെ എസ്തേറിന്റെ പുസ്തകം
8-ാം അധ്യായം അതിന് 1-ാം വാക്യം ഒന്ന് വായിച്ചേ. അന്ന് അഹശ്വേരോശ് രാജാവ് യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ വീട് എസ്തേർ രാജ്ഞിക്ക് കൊടുത്തു. ആ. മൊർദെഖായിക്ക് തന്നോടുള്ള ചാർച്ച ഇന്നതെന്ന് എസ്തേർ അറിയിച്ചതുകൊണ്ട് അവൻ രാജസന്നിധിയിൽ പ്രവേശനം പ്രാപിച്ചു. കണ്ടു, രാജസന്നിധിയിൽ. നേരത്തെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ പുള്ളിക്ക് രാജാവിന്റെ മുമ്പിൽ വരാൻ സാധിച്ചിരുന്നില്ല. പടിവാതികൾ ഗേറ്റിന്റെ പുറത്തിരുന്നവനാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഗേറ്റിന്റെ പുറത്തിരുന്നവൻ എസ്തേർ എന്ന ഉപ്പ. ആമേൻ. എസ്തേർ എന്ന ഉപ്പിലൂടെ പ്രൈസ് ഗോഡ് മൊർദെഖായിക്ക് പ്രൈസ് ഗോഡ് എവിടെ പ്രവേശനം കിട്ടി? രാജസന്നിധിയിൽ പ്രവേശനം കിട്ടി. എവിടെ പ്രവേശനം കിട്ടി? രാജസന്നിധിയിൽ പ്രവേശനം കിട്ടി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഉപ്പായ ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും സ്ഥാനക്കയറ്റം വരാൻ പോവാ, ഉയർച്ച വരാൻ പോവാ, ബഹുമാനം വരാൻ പോവാ. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊക്കെ പ്രൊഫറ്റിക്കൽ വേർഡ് ഏറ്റെടുക്കാൻ പറ്റുമോ? ഞാൻ ഇന്നലെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. കർത്താവിനോട് പറഞ്ഞ എന്റെ മോനെ, നിന്നോട് ചേർന്ന് നിൽക്കുന്നവനെ ഞാൻ മാനിക്കാൻ പോവാ, ഉയർത്താൻ പോവാ, മൾട്ടി മില്യനേഴ്സ് ആക്കി മാറ്റാൻ പോവാ. അവരെ ഞാൻ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എസ്തേർ അന്ന് വരെ മൊർദെഖായി തന്റെ കസിനാണെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ അന്ന് രാജാവിനോട്, അഹശ്വേരോശ് രാജാവിനോട് എസ്തേർ പറയാണ്, ഈ മൊർദെഖായി എന്റെ കസിനാ. പ്രൈസ് ഗോഡ്. പുറത്ത് കിടന്നവന് അകത്ത് പ്രവേശനം കിട്ടി. ഈ റെവലേഷൻ പിടികിട്ടിവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ റെവലേഷൻ പിടികിട്ടിവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ആമേൻ. ഈ വെളിപ്പാടില ഞാൻ ജീവിക്കുന്നത്. ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, ആമേ, എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ പോലും തലകുനിക്കാൻ ഇടവരുത്തരുത്, പരാജയപ്പെട്ടു പോകാൻ ഇടവരുത്തരുത്, സാമ്പത്തികമായ താഴോട്ട് പോകാൻ ഇടവരുത്തരുത്. എത്ര അത് മനസ്സിലാവും? Praise God. Hallelujah. കരങ്ങൾ ഉയർത്തി. Hallelujah. ആമേൻ. മൊർദെഖായിയുടെ കെയർ ഓഫിൽ, സോറി, ആരുടെ? എസ്തേറിന്റെ കെയർ ഓഫിൽ മൊർദെഖായിക്ക് എവിടെ പ്രവേശനം കിട്ടി? രാജസന്നിധിയിൽ. താഴ്ത്തു വായിച്ചേ. രാജാവ് ഹാമാന്റെ പക്കൽ നിന്ന് എടുത്ത തന്റെ മോതിരം ഊരി മൊർദെഖായിക്ക് കൊടുത്തു. മൊർദെഖായിക്ക് മോതിരം, അധികാരത്തിന്റെ മോതിരം കൊടുത്തു. താഴട്ടെ. എസ്തേർ മൊർദെഖായെ ഹാമാന്റെ വീട്ടിന് മേൽവിചാരകനാക്കി വെച്ചു. കണ്ടോ? എസ്തേർ മൊർദെഖായെ ഹാമാന്റെ വീടിന് എന്താക്കി വെച്ചു? മേൽവിചാരകനാക്കി വെച്ചു. താഴട്ടെ. എസ്തേർ പിന്നെയും രാജാവിനോട് സംസാരിച്ച് അവന്റെ കാൽക്കൽ വീണ് ആഗാഗ്യനായ ഹാമാന്റെ ദുഷ്ടതയും അവൻ യഹൂദന്മാർക്ക് വിരോധമായി നിരൂപിച്ച ഉപായവും നിഷ്ഫലമാക്കേണ്ടതിന് കരഞ്ഞപേക്ഷിച്ചു. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കാം. അതൊക്കെ പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി. 8-ാം വാക്യത്തിലേക്ക് വരാം. 8-ാം വാക്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിന്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്രയിടുവീൻ. രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ. പ്രൈസ് ഗോഡ്. അധികാരം ട്രാൻസ്ഫർ ആയി. ശ്രദ്ധിച്ചേ. ഹാമാൻ ഉപയോഗിച്ച അധികാരം, ഹാമാൻ ഏത് അധികാരം ഉപയോഗിച്ച് മൊർദെഖായെ തകർക്കാൻ നോക്കിയോ അതേ അധികാരം ദൈവം മൊർദെഖായുടെ കയ്യിൽ ഏൽപ്പിച്ചു. രാജാവ് തന്റെ അധികാരത്തിന്റെ മോതിരമൂറി മൊർദെഖായിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയാ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതി
ആമേൻ. Amen. ഓ ഹാമാനും കുടുംബത്തിനുമെതിരെ നിങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളോട് ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കണമോ, ഏതൊക്കെ രീതിയിൽ അവർക്കെതിരെ നിങ്ങൾക്ക് നിയമങ്ങൾ ഉണ്ടാക്കാമോ, അതെല്ലാം നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്ക, നിങ്ങളുടെ ഇഷ്ടം. ആമേൻ. ഞാൻ അതിനകത്ത് ഇടപെടുന്നില്ല. എന്നിട്ട് ഒരു കാര്യം ചെയ്തോണം, എന്റെ സീൽ അടിച്ചോണം. പ്രൈസ് ഗോഡ്. എന്റെ സീൽ വീണാൽ പിന്നെ അതിനൊരു മാറ്റമില്ല. എത്ര പേർക്ക് അത് പിടികിട്ടി? പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ 9-ാം വാക്യം വായിച്ചേ. അങ്ങനെ സിവാൻ മാസമായ 3-ാം മാസം, അങ്ങനെ സിവാൻ മാസമായ 3-ാം മാസം 23-ാം തീയതി തന്നെ രാജാവിന്റെ രായസക്കാരെ വിളിച്ച് മൊർദെഖായി കൽപ്പിച്ചതുപോലെ ഒക്കെയും. നിങ്ങൾ ആ വാക്യം വായിച്ചേ, ശ്രദ്ധിച്ചേ. മൊർദെഖായി കൽപ്പിച്ചതുപോലൊക്കെയും അവർ യഹൂദന്മാർക്ക്, ഹിന്ദുദേശം മുതൽ, ഹിന്ദുദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നാണ്. ഇന്ത്യ ഇംഗ്ലീഷ് കൊടുക്കുന്ന ഇന്ത്യ മുതൽ കൂശ് വരെയുള്ള 127 സംസ്ഥാനങ്ങളിലെ രാജപ്രതിനിധികൾക്കും ദേശാധിപതിമാർക്കും ആര് കൽപ്പിച്ചതുപോലെ പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. എന്റെ മോനെ, നീ മുഖാന്തരം നിന്റെ അപ്പനൊരു വോയിസ് ഉണ്ടാകട്ടെ, നിന്റെ അമ്മയുടെ തല ഉയരട്ടെ. പറഞ്ഞ മനസ്സിലായോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ മുഖാന്തരം എന്റെ അപ്പന് ദേശത്തൊരു വില ഉണ്ടാകണം, എന്റെ അമ്മയ്ക്കൊരു വില ഉണ്ടാകണം. എസ്തേറാണ്. ആമേൻ. എസ്തേർ മുഖാന്തരം മൊർദെഖായിയുടെ സ്ഥിതി മാറി, തന്റെ വംശത്തിന്റെ സ്ഥിതി മാറി. ഇപ്പം മൊർദെഖായി കൽപ്പിക്കുന്നതാ. കണ്ടോ? ആമേൻ. രാജാവിന്റെ കൽപ്പനയല്ല, ഇപ്പൊ ആരാ കൽപ്പിക്കുന്ന അവിടെ? മൊർദെഖായി. ഹല്ലേലൂയ. മൊർദെഖായി പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നേ. അങ്ങോട്ട് എഴുതാൻ പറഞ്ഞു. അടുത്ത താഴോട്ട് വായിച്ചേ. സംസ്ഥാന പ്രഭുക്കന്മാർക്കും അതാത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതാത് ജാതിക്കും അതാത് ഭാഷയിലും യഹൂദന്മാർക്ക് അവരുടെ അക്ഷരത്തിലും ഭാഷയിലും എഴുതി. അവൻ അഹശ്വേരോശ് രാജാവിന്റെ നാമത്തിൽ എഴുതിച്ച രാജമോതിരം കൊണ്ട് മുദ്രയിട്ട് ലേഖനങ്ങൾ. ശ്രദ്ധിക്കണം, ഇനി ഇതിനകത്തൊരു ദൂത് കിടപ്പുണ്ടാവുണ്ട്. 10-ാം വാക്യം. അവൻ അഹശ്വേരോശ് രാജാവിന്റെ നാമത്തിൽ എഴുതിയ രാജമോതിരം കൊണ്ട് മുദ്രയിട്ട ലേഖനങ്ങളെ രാജാവിന്റെ അക്ഷരഗണത്തിൽ വളർന്നു രാജകാര്യത്തിന് ഉപയോഗിക്കുന്ന തുരകങ്ങളുടെ പുറത്തു കയറി. എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കുതിരകൾ, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, പറഞ്ഞില്ലേ, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഓടുന്ന കുതിരയുടെ മുകളിൽ. ആമേൻ. ഈ കൊറിയർ സർവീസുകാരില്ലേ, അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് അങ്ങനെ കൊറിയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അന്ന് വായിച്ചേ. Come on, show me that verse. ഇംഗ്ലീഷിൽ കാണിക്കുക ആ വാക്യം. 10 എസ്തേർ 8:10. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? and send letters by couriers on horseback, on royal horses. കണ്ടോ? അപ്പം കൊറിയർ സർവീസ് ഫാസ്റ്റ് ആക്കി ഇല്ലേ? നമുക്ക് പല രീതിയിലുള്ള കൊറിയർ സർവീസ് ഉണ്ട് അല്ലേ? ചിലതൊക്കെ 10 ദിവസം കൊണ്ട് എത്തും, ചിലത് 5 ദിവസം കൊണ്ട്, ചിലത് ഒറ്റ ദിവസം കൊണ്ട് എത്തുന്ന കൊറിയർ സർവീസ് ഉണ്ട് അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതിന് ഇച്ചിരി കാശ് കൂടുതലാ, എങ്കിലും വേഗത. എത്ര ചിലത് ബസ്സിൽ എത്തുന്നുണ്ട്, ചിലത് ട്രെയിനിൽ എത്തുന്നുണ്ട്, ചിലത് വിമാനത്തിൽ എത്തുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ കർത്താവിനോട് പറയും, വിശ്വസിക്കുന്ന എത്ര പേര് തയ്യാറാണ്? ചില കൊറിയർ സർവീസർ നിനക്ക് വേണ്ടി, ചില കൊറിയർ നിനക്ക് വേണ്ടി. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഫാസ്റ്റ് ആയിട്ട് നീങ്ങുന്ന ചില പേപ്പറുകൾ, വേഗത്തിൽ നീങ്ങുന്ന ചില പേപ്പറുകൾ, നീ പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് എത്തുന്ന ചില പേപ്പറുകൾ. എന്തിനാ ഈ ഫാസ്റ്റ് ആയിട്ട് മൂവ്? ഇതൊരു പ്രൊഫറ്റിക്കൽ വേർഡ്, ഏറ്റെടുത്തോണേ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിന്റെ മുന്നേ ഒരു ലെറ്റർ എത്തിയിരുന്നു. ആമേൻ. ചില മാസങ്ങൾക്ക് മുൻപേ ഒരു കത്തെത്തിയിരുന്നു. ഓ, come on. ആമേൻ.
ഇത്രാം തീയതി കൊന്നുകളയണം, Hallelujah. നശിപ്പിച്ച് കളയണം, Amen. ഇല്ലാതാക്കണം. Jesus. ആമേൻ. ഡീപ്രമോഷന്റെ Amen. ആമേൻ. Shantarama. എത്രക്കത് മനസ്സിലാകുന്നുണ്ട്? Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. എക്സ്പെൽ ചെയ്ത് കളയണം, ജോലി ഇത് പറഞ്ഞു വിട്ട് കളയണം, Amen. ഇല്ലാതാക്കണം, തീർത്ത് കളയണം എന്ന് പറഞ്ഞൊരു കൊറിയർ ചില മാസങ്ങൾക്ക് മുമ്പ് എത്തിയിരുന്നു. Hallelujah. എന്നാൽ Amen. ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങൾ വെളിപ്പെടാൻ പോവാ. Amen. അസാധ്യമെന്ന് നീ ചിന്തിക്കുന്നിടത്ത്, Hallelujah. ഇതെങ്ങനെ നടക്കുമെന്ന് നീ ചിന്തിക്കുന്നിടത്ത് Amen. നീ വിശ്വസിച്ചാൽ Amen. ഇത് രണ്ടാമതൊരു കൊറിയർ. Hallelujah. ഉടലബലബലബലബ. ഉടലക സെക്കഡതുലബറബറബറബ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? Hallelujah. ആമേൻ. Amen. അത് ബ്ലൂ ഡാറ്റ് ആണോ ഫെഡെക് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ശ്രദ്ധിക്കുക, പ്രൈസ് ഗോഡ്, ഒരു കൊറിയർ നിന്നെ എത്തും, Amen. നിന്നെ തേടി എത്താൻ പോവാ, Amen. നിന്നെ അന്വേഷിച്ച് എത്താൻ പോവാ, Amen. നിന്റെ അഡ്രസ്സിൽ എത്താൻ പോവാ, Amen. ആ വിളി വരാൻ പോവാ, Amen. ആ ഇമെയിൽ വരാൻ പോവാ, Amen. ആ ഫോൺ കോൾ വരാൻ പോവാ. Amen. ഇന്നലകളിൽ കേട്ടതുപോലല്ല, Amen. ചില മാസങ്ങൾക്ക് മുമ്പ് കേട്ടതല്ല, Hallelujah. ചില ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടതല്ല. Amen. പ്രൈസ് ഗോഡ്. Hallelujah. ദൈവത്തിന്റെ മഹത്വത്തിന്റെ Amen. Jesus. ആമേൻ. Shantarama. എത്രക്കത് പിടികിട്ടുന്നുണ്ട്? Hallelujah. How many of you getting me? Amen. ചിലത് സ്പീഡാക്കാൻ പോവാ, Amen. ചിലതിനെ ദൈവം അങ്ങോട്ട് സ്പീഡാക്കാൻ പോവാ. Hallelujah. വിശ്വസിക്കാൻ പറ്റുമോ? Amen. ചിലത് അങ്ങോട്ട് സ്പീഡാകാൻ പോവാ, Thank you, Jesus. ചിലത് അങ്ങോട്ട് സ്പീഡാകാൻ പോവാ. Thank you, Jesus. ഇന്നലെ വരെ ഡിലേ ആക്കിയതാ, Hallelujah. യേശുവിന്റെ നാമത്തിൽ സ്പീഡായി മാറട്ടെ. Amen. 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 Oh, come on, come on, come on, come on, come on, come on, come on. The spirit of acceleration, ഇല്ലേ? Amen. I receive. Amen. യേശുവിന്റെ നാമത്തിൽ Amen. കുറെ കൂടെ സ്പീഡ് ആകട്ടെ, Hallelujah. ഫാസ്റ്റായി കാര്യങ്ങൾ നീങ്ങട്ടെ, Amen. ഫാസ്റ്റായി കാര്യങ്ങൾ നീങ്ങട്ടെ. ഓ, ഫാസ്റ്റായി കാര്യങ്ങൾ നീങ്ങട്ടെ. ആമേൻ. Amen. എന്റെ മോനെ ആദ്യത്തെ കൊറിയർ എന്തായിരുന്നു? എക്സ്പെൽ ചെയ്തിരിക്കുന്നു, പറഞ്ഞു വിട്ടിരിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. Amen. ഇനി ചാൻസ് ഇല്ല, ഇനി ഇവിടെ അവസരമില്ല, നിനക്ക് കേറിപ്പോകാം, നിനക്ക് അവസാനിപ്പിക്കാം, നിന്നെ തീർത്തു കളയും. പക്ഷെ ഇപ്പൊ ഇതാ അടുത്തൊരു കൊറിയർ. ഹലോ, Hallelujah. ഹലോ. Jesus' name. ജീവിതത്തിൽ ആരും സ്വപ്നം കണ്ടിട്ടില്ല ഈ രണ്ടാമത്തെ കൊറിയർ. Hallelujah. മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ കിട്ടിയ കൊറിയറിന് വേണ്ടി അതനുസരിച്ച് ആദ്യം കിട്ടിയ ഇമെയില്, ആദ്യം കിട്ടിയ റിപ്പോർട്ട്, ആദ്യം കിട്ടിയ വാർത്തക്കനുസരിച്ച് അവരിങ്ങനെ തയ്യാറായി ഒരുങ്ങുമ്പോൾ, Amen. പ്രൈസ് ഗോഡ്, Hallelujah. യഹൂദന്മാർ അവരുടെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുക, Amen. മരണത്തിന്റെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുക, അവരുടെ ശത്രുക്കൾ അവരുടെ ആയുധങ്ങൾ ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ ആയുധങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക യഹൂദന്മാരെ കൊല്ലുവാൻ. അപ്പോൾ ഇതാ രണ്ടാമതൊരു കൊറിയർ എത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ചാടി എഴുന്നേൽക്കാം. നീ വിട്ടുകൊടുക്കരുത്. നീ ഉപ്പാണ്, നീ എസ്തേറാണ്, നീ എസ്തേറാണ്. ഹാമാന്റെ കഴുകു മരമല്ല നിന്റെ അവസാനം. Praise God, praise God, praise God, praise God. എസ്തേറിനറിയാം, praise God, ഇതെനിക്ക് പ്രവർത്തിപ്പാനുള്ള രാത്രിയാണ്, ഇത് പ്രവർത്തിപ്പാനുള്ള ദിവസമാണ്. എസ്തേർ വിട്ടുകൊടുത്തില്ല. ആമേൻ. ജീവനായാലും മരണമായാലും രാജാവിന്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുകയാണ്. അവിടെ കവണ് വീണ് കരയുകയാണ്. രാജാവേ, എന്നോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ. എല്ലാവരും ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചേ. ഇന്ന് പകൽ, ഇന്ന് പകൽ, ഇന്ന് പകൽ, ആമേൻ, അഹശ്വേരോശ് രാജാവ് എസ്തേറിന് വേണ്ടി പ്രവർത്തിച്ച് ദൈവം അഹശ്വേരോശിനോട് പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് പകൽ ചില റിപ്പോർട്ടുകൾ തിരുത്തപ്പെടാൻ പോകും. Come on, believe it. Hallelujah. വിശ്വസിക്കുക, Amen. വിശ്വസിക്കുക, Amen. വിശ്വസിക്കുക, Amen. വിശ്വസിക്കുക അങ്ങോട്ട്, Amen. വിശ്വസിക്കുക അങ്ങോട്ട്, Amen. വിശ്വസിക്കുക അങ്ങോട്ട്. Amen. ആമേൻ. Hallelujah. ഓ, ഒരിക്കലും തിരുത്തപ്പെടത്തില്ലെന്ന് പറഞ്ഞ രേഖ Amen. തിരുത്താൻ ദൈവത്തിന് പറ്റും. Hallelujah.
Amen. എത്ര പേർക്ക് അത് പിടികിട്ടുന്നുണ്ട്? Hallelujah. പിടികിട്ടുന്നുണ്ട്? Amen. ഹല്ലേലൂയ. Amen. ഹാമാൻ ആദ്യം ഉണ്ടാക്കിയ രേഖ, അത് രാജാവിന്റെ മുദ്രയുണ്ട്. Hallelujah. അതിനെ ആർക്കും ലംഘിക്കാൻ പറ്റത്തില്ല. Amen. അതിനെ തിരുത്താൻ പറ്റത്തില്ല. Amen. ആമേൻ. Jesus. ഒരു അധികാരത്തിലുള്ളവർക്ക് അതിനെ തിരുത്താൻ പറ്റത്തില്ല, അതിനെ ദുർബലപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ ദൈവം പ്രവർത്തിച്ച, Hallelujah. ദൈവം പ്രവർത്തിച്ച Amen. ഏത് മുദ്രയോ, Oh Jesus name. ഏത് മുദ്രയോ, ഏത് മുദ്രയോ, ഏത് മുദ്രയോ, ഏത്, അത് MDയുടെ ലെറ്റർ ആയാലും, അത് സിയോയുടെ ലെറ്റർ ആയാലും, അവരുടെ ഉത്തരവായാലും, അതിനെ തിരുത്താൻ, അതിനെ തിരുത്താൻ, അതിനെ തിരുത്താൻ, അതിനെ തിരുത്താൻ നീ പറയുന്നത് പോലെ, നീ കൽപ്പിക്കുന്ന പോലുള്ള റിപ്പോർട്ട് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നീ കൽപ്പിക്കുന്നത് പോലെ, നീ പറയുന്നത്, നീ കൽപ്പിക്കുന്നത്, മൊർദെഖായി കൽപ്പിച്ചത്, മൊർദെഖായി കൽപ്പിച്ചത്, മൊർദെഖായി കൽപ്പിച്ചത്, രാജാവ് സീലിട്ടെങ്കിൽ, സീലിട്ടെങ്കിൽ ശബ്ദമുയർത്തി വാ തുറന്ന് വിളിച്ചു പറഞ്ഞങ്ങോട്ട് ചിലത് കൽപ്പിക്കുക, 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 കൽപ്പിക്കങ്ങോട്ട്, 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 കൽപ്പിക്കങ്ങോട്ട്. സ്വർഗം മുദ്രയിടുക, സ്വർഗം മുദ്രയിടുക. Pray, 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 pray. കൽപ്പിക്കുക, 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 അങ്ങോട്ട് കൽപ്പിക്കുക, കൽപ്പിക്കുക. ശത്രു എത്ര റിപ്പോർട്ടുകൾ നിനക്കെതിരെ തയ്യാറാക്കിയ, പിശാച് ഏതൊക്കെ റിപ്പോർട്ടുകൾ, ഏതൊക്കെ ഇവാലുവേഷൻസ്, ഏതൊക്കെ വാലുവേഷൻസ്, ഹല്ലേലൂയ. ഇന്ന് പകൽ സ്വർഗം അതിനെ കീറിക്കളഞ്ഞ്, സ്തോത്രം. മൊർദെഖായേ, നീ പറ അങ്ങോട്ട്, അത് സ്വർഗം കൊണ്ട് മുദ്രയിടാൻ പോവാ, സ്വർഗം മുദ്രയിടാൻ പോവാ, സ്വർഗം കൊണ്ട് മുദ്രയിടാൻ പോവാ. എത്ര പേർ ഇന്ന് പകൽ ഏറ്റെടുത്തിട്ടുണ്ടത്? ഇന്ന് കേട്ട പ്രൊഫറ്റിക്കൽ സെക്ഷനിൽ എത്ര പേരെ ദൂത് ഏറ്റെടുത്തിട്ടുണ്ട്? എത്ര പേരെ ദൂത് ഏറ്റെടുത്തിട്ടുണ്ട്? എത്ര പേരെ ദൂത് ഏറ്റെടുത്തിട്ടുണ്ട്? എത്ര പേരെ ദൂത് ഏറ്റെടുത്തിട്ടുണ്ട്? ആമേൻ, ആമേൻ, ആമേൻ. ഹാമാന്റെ വീട്, ഹാമാന്റെ വീട് എസ്തേർ മൊർദെഖായി കൊടുത്തു, മൊർദെഖായി കൊടുത്തു. ചില ഹാമാന്റെ സ്ഥാനങ്ങൾ ദൈവം മൊർദെഖായിക്ക് തരാൻ പോകും. എസ്തേറെ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യഭാഷയിലേക്ക് നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ സ്വർഗം മുദ്രയിടുക. നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ സ്വർഗം മുദ്രയിടുക. നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ സ്വർഗം മുദ്രയിടുക. നീ ദൈവത്തോട് ചോദിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇത് മുദ്ര വീഴുക. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഇതൊരു സാധാരണ സെക്ഷൻ അല്ല, ഇതൊരു അസാധാരണ സെക്ഷൻ. ഇപ്പൊ മുദ്രയിടുക, മുദ്രയിടുക, ദൈവം മുദ്രയിടുക, 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 മുദ്രയിടുക.
മുദ്രയിടുക, മുദ്രയിടുക, മുദ്രയിടുക. Favor, 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 good health, നല്ല ആരോഗ്യം, നല്ല ആരോഗ്യം, നല്ല ആരോഗ്യം, സമ്പത്ത്, സമ്പത്ത്, കുടുംബ സമാധാനം, കുടുംബ സമാധാനം, സന്തോഷം, സന്തോഷം, ഉയർച്ച, ഉയർച്ച, ഉയർച്ചകൾ, പ്രൊമോഷൻ, പ്രൊമോഷൻ. സ്വർഗം മുദ്രയിടുന്നു, 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 മുദ്രയിടുന്നു. തലമുറയുടെ ഉയർച്ച, തലമുറയുടെ നല്ല ഭാവി ദൈവം മുദ്രയിടുന്നു, മുദ്രയിടുന്നു, മുദ്രയിടുന്നു. കടഭാരങ്ങളുടെ മേലുള്ള ജയം, കടഭാരങ്ങൾ മാറുന്നത് ദൈവം മുദ്രയിടുന്നു, ദൈവം മുദ്രയിടുന്നു. യേശുവിടെ വന്നിട്ടുണ്ട്. എത്ര സന്തോഷമുണ്ട്. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗമുള്ള ഭാഗങ്ങളിൽ നിന്ന് കരങ്ങൾ വെച്ച്, ഒന്നില്ലാതെ അസ്വസ്ഥത നെഞ്ചത്തൊന്ന് കൈവച്ചു. കർത്താവിന്റെ കരം ഇപ്പോൾ നിങ്ങളുടെ മേലെ ഇറങ്ങുന്നു. അത്ഭുത സൗഖ്യം ഇപ്പോൾ നടക്കുക ശരീരത്തിൽ. യേശുവിന്റെ നാമത്തിൽ യൂട്യൂബിലൂടെ വാച്ച് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വാച്ച് ചെയ്യുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ.